നമസ്കാരം. ഗസയിൽ ഒരു മാസത്തേക്ക് വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. അതായത് റമദാനും ജൂത ആഘോഷവും ഇതൊക്കെ തന്നെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശവും ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ ഇതാ റമദാൻ തുടങ്ങിക്കഴിഞ്ഞു. മാർച്ച് 31 എല്ലാവരും റമദാൻ ആഘോഷിക്കും. ഇതോടെ തന്നെ മാർച്ചിലും ഏപ്രിൽ പകുതി വരെയും ഒക്കെ തന്നെയും ഇതിന്റെ സമാധാന ചർച്ചകൾ മുന്നോട്ട് നിർത്തി വെടിനിർത്തലൊക്കെ തന്നെ നിർത്താമെന്ന് ഇസ്രായേൽ അവസാനം സമ്മതിക്കുകയായിരുന്നു. ഇത് ഗസയിലുള്ള പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ നോമ്പുകാലം ആഘോഷിക്കുന്നവരും റമദാൻ കാത്തിരുന്നവർക്കും ഒക്കെ തന്നെയും വളരെയധികം സന്തോഷ വാർത്തയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലാണ് ഇന്നലെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത്. ഹമാസുമായുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച ശേഷം ഗസയിൽ തന്നെ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടാനുള്ള യുഎസിന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നതാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം എല്ലാവരെയും അറിയിച്ചത്. അത് വളരെയധികം സമാധാനവും സന്തോഷവും ഈ നോമ്പുകാലത്തിൽ തന്നെ അത് അത്യധികം തന്നെ ആരാധനയുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു. ഹമാസുമായുള്ള 42 ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചത്. റംസാനും പെസഹയും കണക്കിലെടുത്തതായി തന്നെ ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഹമാസ് ആദ്യഘട്ടം നീട്ടുന്നതിനെ എതിർത്തിരുന്നു. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് തന്നെയായിരുന്നു ഹമാസിന്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹമാസിന് പോരാടി ജയിക്കേണ്ടിടത്ത് അവിടെ പാവപ്പെട്ട ആളുകളുടെ നോമ്പുകാലവും റംസാനുമാണ് തീർന്നു പോകുന്നതെന്ന് പറയുന്നു. എന്നാൽ ഹമാസിന് അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന സ്ഥലത്ത് അവിടെ പാവപ്പെട്ടവരുടെ ആവശ്യവും നോമ്പുകാലവും റമദാനുമാണ് നീണ്ടുപോകുന്നതെന്ന് പറയുന്നു. ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതും ഗസയിൽ യുദ്ധത്തിന് ഏകദേശം വിരാമമാകുന്നതെന്നാണ് രണ്ടാം ഘട്ടത്തിലുള്ളതുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രായേലും ഹമാസും തന്നെ നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദർ അബ്ദെല്ലാറ്റി ആവശ്യപ്പെട്ടു. ഇന്ന് അറബ് രാജ്യങ്ങളിൽ തന്നെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിന് ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഗാസ ഏറ്റെടുക്കുകയും ഫലസ്തീൻകാരെ മറ്റിടങ്ങളിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗാസ വിഷയത്തിൽ ഈജിപ്ത് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നത്. അതിനിടെ തന്നെ ഇന്നലെ ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം ഇസ്രായേൽ താൽക്കാലികമായി തടഞ്ഞുവെക്കുകയും ചെയ്തു. മേഖലയിൽ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ പോലും വിതരണം ചെയ്യരുതെന്നും വിതരണം താൽക്കാലികമായി തടയാൻ ഇസ്രായേൽ തീരുമാനിച്ചതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസയിൽ ജനുവരി 19 ആരംഭിച്ച വെടിനിർത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനിച്ചത്. ഒരു സ്ഥിരം വെടിനിർത്തൽ തന്നെ സംബന്ധിച്ച് ഇസ്രായേലും ഹമാസും തമ്മിൽ ഇനിയും ധാരണയാകാത്ത സാഹചര്യത്തിലാണ് ഒരു താൽക്കാലിക തീരുമാനം ഉണ്ടായത്. ഇത്തരമൊരു തീരുമാനം എടുക്കാൻ അമേരിക്ക ഇരു കൂട്ടരും പ്രേരിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാനുള്ള നീക്കത്തെ എതിർക്കുമെന്നാണ് ഹമാസ് നേതൃത്വം തന്നെ ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നത്. അന്ന് തന്നെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന യഹിയ സിൻവർ 2017 തന്നെ ആക്രമണത്തിന്റെ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്ന് ഇന്റലിജൻസ് ഗവേഷണർ തെളിയിക്കുന്നുവെന്നും അതുകൊണ്ട് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്നത് പോലും മുൻപ് പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. 2017 തന്നെയും അവർ പ്ലാൻ ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് അത് ഗസ നടത്തിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇവർ പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ഇസ്രായേൽ ഭയന്നുകൊണ്ട് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഹമാസ് പോരാളികൾ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കുകയും അതിർത്തിയിൽ നിലയുറപ്പിച്ച് 100 കണക്കിന് സൈനികരെ കൊന്നതൊന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല എന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ അവർക്ക് ഹൈവേകളിലും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെല്ലാൻ സാധിക്കും. ഇപ്പോൾ റമദാൻ മാസമായതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പുകാലമായതുകൊണ്ട് അവർക്ക് ആവശ്യ സാധനങ്ങൾ എത്തേണ്ടതാണ്. രാവിലെയും രാത്രിയുമായി നോമ്പ് തുറക്കുകയും നോമ്പ് എടുക്കുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ അവരുടെ അടുക്കലേക്ക് ഭക്ഷണങ്ങൾ എത്തേണ്ടത് വളരെയധികം അത്യാവശ്യ കാര്യമാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് ഗസയിൽ വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇപ്പോൾ ഭക്ഷണങ്ങളൊന്നും എത്തിക്കേണ്ട എന്നും ആവശ്യ സാധനങ്ങളും എത്തിക്കേണ്ട എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതൊരു കൊടും ക്രൂരതയാണെന്ന് പറയുന്നു. നോമ്പുകാലമായതിനാൽ തന്നെ അത് അത്തരമൊന്നും ചെയ്താൽ തന്നെ അത് വളരെ ബഹുമാനമില്ലാത്ത രീതിയായി പോകുന്നുവെന്ന് പോലും പലപ്പോഴും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ഹമാസിന് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് താല്പര്യമില്ല എന്നും ഈ നിലപാട് മാറ്റിയാൽ ഇസ്രായേലിന് മതിയായ മുന്നറിയിപ്പ് ലഭിക്കുമെന്നുമുള്ള ധാരാളം വർഷങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഷയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.